അയ്യ വണക്കം. രാഹുൽ മാങ്കൂട്ടത്തിനെ തച്ചിൽ നിന്ന് ന്യായീകരിച്ച ഉമ്മാറിൻ്റെ എല്ലാം അണ്ണാക്കിലടിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത് യവനെതിരെ പ്രഥമ ദൃഷ്ടിയ ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോടതിക്കെതിരെ നിയമപര മാർച്ച് നടത്തൂടെ എന്ന് മാത്രമേ എനിക്കറിയാനായിട്ടുള്ളൂ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡ്, പെർവേർട്ട്, പെണ്ണുപിടിയൻ, പെണ്ണുസുനി. അപ്പോൾ യവനെതിരെ കോടതി കടുപ്പിച്ചാണെന്ന് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ജാമ്യം തരാൻ പറ്റില്ല, ദ പെറ്റീഷൻ ഈസ് ഡിസ്മിസ്ഡ് എന്നൊരൊറ്റ വാക്ക് മാത്രം. ജഡ്ജി പോലും ഞെട്ടിത്തരിച്ചു പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മോഡസ് ഓപ്പറാൻഡി എല്ലാം വളരെ ക്ലിയർ ആണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ പെൺകുട്ടികളെല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്. ഇവൻ്റെ ഒരു ഫാൻറ്റസിയാണ്, അതായത് ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭിണിയാക്കുക എന്നുള്ളത്. ഗർഭിണിയാക്കി കഴിഞ്ഞ ശേഷം തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ആ കുഞ്ഞൊരു തടസ്സമാണ് എന്ന് കണ്ട് ആ കുഞ്ഞിനെ ഗർഭചിത്രം നടത്തുക എന്നുള്ളതാണ് ഇവൻ്റെ ഒരു ഫാൻറ്റസി എന്ന് പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോകില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കർമ്മ ഈസ് എ ബിച്ച്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. കർമ്മ ഈസ് എ ബിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ അനുഭവിച്ചിടുന്നേ വരൂ. ഇനി സയൻറ്റിഫിക് ടെമ്പറുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഒരു ലെവലിൽ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഐസക് ന്യൂട്ടൻ്റെ 3ാം സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിൽ പറയുന്നത് എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് ശ്വാസമെടുത്താൽ ശ്വാസം പുറത്തേക്ക് വിടണം, ഒരു മല കയറിയാൽ ആ മല ഇറങ്ങണം, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. എന്തായാലും രാഹുൽ ഈശ്വറിനെ തച്ചിനിരുന്ന് ന്യായീകരിച്ചവുമാരെല്ലാം ഇപ്പോൾ കണ്ടവല്ല കായൽ വഴിയാണ് ഓടിയിരിക്കുന്നത്. എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ പാവം ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും അവ ഇപ്പോൾ അകത്തായത് നന്നായി. കാരണം ഈ കോടതി വിധി വരുമ്പോൾ ഇവൻ കോടതിക്കെതിരെ തിരിയാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. കോടതി കൊള്ളില്ല, കോടതി മോശമാണ് എന്നൊക്കെ പറഞ്ഞ് കോടതിക്കെതിരെ തിരിയാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിൽ പിന്നെ ജയിലിടിഞ്ഞാൽ വെളി വരാത്ത വല്ല കേസുമൊക്കെ വന്ന് പെട്ടേനെ. അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചെന്ന് വിചാരിച്ചാൽ മതി. ആ പെൺകുട്ടിയുടെ ചിത്രം അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കോടതി പിടിച്ചകത്തിട്ടല്ലോ. ഒരു ചെറിയ കേസല്ലേ ഉള്ളൂ. എനിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8-ാം തീയതി ദിലീപിൻ്റെ വിധി വരും. ദിലീപിൻ്റെ വിധി വരുമ്പോൾ തലയിൽ ജട്ടിയുടെ ഇലാസ്റ്റിക് ഇട്ടുകൊണ്ട് വന്നിരിക്കുക എവ ഇല്ലല്ലോ എന്ന് മാത്രമാണ് എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, ഞാൻ പറഞ്ഞത് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോകില്ല എന്നുള്ളതാണ്. നമ്മുടെ പത്മജ, നമ്മുടെ കെ കരുണാകരൻ്റെ ലീഡറായിട്ടുള്ള കെ കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജ BJPയിലേക്ക് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം കല്യാണിക്കുട്ടി അമ്മയുടെ, അതായത് പത്മജയുടെ അമ്മയുടെ കെ കരുണാകരൻ്റെ ഭാര്യയുടെ ചാരിത്രത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ആരാണ് ഈ പറയണത്? അലവിന അടിച്ചു തിരിക്കേണ്ട കേസാണ് എവൻ്റെയൊക്കെ അലവിന അടിച്ചിട്ട് നമ്മളെ പറക്കും തളികയിൽ പറയുന്നത് പോലെ എവനെയൊക്കെ കൂമ്പിനിടി കൊടുത്ത് വായ്ക്കകത്ത് പെട്രോൾ ഒഴിച്ച് ചന്നഞ്ഞ തിരിയിട്ട് കത്തിച്ച് നേരെ MG റോഡിൽ കൊണ്ടുവന്ന് കുനിച്ച് നിർത്തണം എന്നാണ് നമ്മുടെ പറക്കുന്തളിക സിനിമയിൽ ദിലീപ് പറയുന്നത്. ആ സെറ്റപ്പിൽ ട്രീറ്റ് ചെയ്യേണ്ട സാധനമാണ് അവനൊക്കെ. വൈകാതെ അത് നിയമപരമായിട്ട് കോടതി ചെയ്തോളും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അന്ന് കെ കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജയുടെ മാതാവിനെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ പ്രതിഷേധമൊക്കെ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു വസ്തുതയാണ്. അതാണ് ഞാൻ പറയുന്നത്, കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ അങ്ങനെ എങ്ങനെയൊന്നും കടന്നുപോയില്ല. പണ്ടൊക്കെ പിന്നെയായിരുന്നു, ഇപ്പോഴൊക്കെ സ്പോട്ടി കിട്ടും അടി എന്നുള്ളതാണ് നമ്മുടെ പ്രകൃതിയുടെ ഒരു നിയമം എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കണ്ട് ജഡ്ജി പോലും തലേ കൈവച്ചിരുന്നു പോയി എന്നുള്ളതാണ്. കോടതിയിൽ അസാധാരണ നടപടികൾ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കോടതി ഒരു ജാമ്യാപേക്ഷ നിലവിൽ വരുമ്പോൾ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള പ്രഥമ ദൃഷ്ടിയെ നിരീക്ഷിച്ചിട്ട് കോടതി എന്ത് ചെയ്യും? ഒന്നുകിൽ കൊടുക്കും, കൊടുക്കില്ല, അതാണ് സംഭവം. പക്ഷേ കോടതി ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതി ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് കൃത്യമായിട്ട് ചോദിച്ചു. അതായത് രാഹുൽ മാങ്കൂട്ടം ചില തെളിവുകളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിച്ചിരുന്നു. ആ തെളിവുകളൊക്കെ കൊണ്ട് സമർപ്പിച്ചിരുന്നപ്പോൾ ഇവിടെ പല ഓൺലൈൻ യൂട്യൂബുകാരന്മാരും പറഞ്ഞിരുന്നത്, അയ്യോ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ രക്ഷപ്പെട്ടു, രാഹുൽ മാങ്കൂട്ടം തെളിവ് സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കോടതി അതൊക്കെ എടുത്ത് പരിശോധിച്ചു. കോടതി പരിശോധിച്ചപ്പോൾ കോടതിക്ക് മനസ്സിലായി ഇതൊരു പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എന്നിട്ട് കോടതി അപ്പുറത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു, ഇത് പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇയാൾ ഗർഭചിത്രം നടത്താനായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തിരിക്കുന്ന പ്രോസിക്യൂഷൻ ഊരി അടിക്കുകയായിരുന്നു പല കാര്യങ്ങളും. പ്രോസിക്യൂഷൻ പറയുന്നത്, യുവർ ഓണർ, തൃക്കണ്ണാപുരത്തുള്ള ഈ യുവതിയുടെ ഫ്ലാറ്റിൽ ഇവൻ എത്തിയിട്ട് ഇവൻ അതിൻ്റെ മുകളിൽ നിന്ന് ചാവുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന്. എടാ നാണം ഉണ്ടാടാ, എടാ നാണോ മാനം ഉണ്ടാടാ.
ചാടിച്ചാവുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരയെ, അതായത് ഗർഭിണിയായിരിക്കുന്ന ഇരയെ മാനസിക സമ്മർദ്ദത്തിലാക്കി ബ്ലാക്ക് മെയിൽ ചെയ്ത്, വകുപ്പുകളൊക്കെ വരുന്ന വരക്കം കണ്ട ബ്ലാക്ക് മെയിൽ ചെയ്താണ് ഇവൻ എന്ത് ചെയ്തത്, ആ കുട്ടിയോട് ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിപ്പിച്ചത്. എന്നിട്ട് അവൻ എന്താണ് പറഞ്ഞത്, ആ കുട്ടി തനിയാണല്ലോ മരുന്ന് കഴിച്ചത്, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നാണ് ഇവൻ പറഞ്ഞതെന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ തെലുങ്ക് സിനിമയിലെ ചില വില്ലന്മാരെ കണ്ടിട്ടില്ല, കൊടൂരമായിട്ടുള്ള വില്ലന്മാരെ. അതായത് കൊടൂരമായിട്ടുള്ള വില്ലന്മാർ വന്നിട്ട് ഭാര്യയുടെ മക്കളുടെയും കഴുത്തിൽ കത്തി വയ്ക്കും. എന്നിട്ട് ഒരു പാലിൽ കുറച്ച് വിഷം ഒഴിച്ച് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കും. ഭർത്താവ് ഒരു കർഷകനായിരിക്കും. ഈ കർഷകൻ്റെ സ്ഥലം അടിച്ചു മാറ്റാൻ പറഞ്ഞ കോർപ്പറേറ്റ് ഭീമന്മാരായിരിക്കും. എന്നിട്ട് പറയും, നിൻ്റെ ഭാര്യ മക്കളെ കൊന്നുകളെ, ഇല്ലെങ്കിൽ നീ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തോ എന്ന് പറയും. ഗത്യന്തരമില്ലാതെ ഇയാൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ ഞാനിപ്പോൾ ചാടുമെന്ന് പറഞ്ഞ് കഴുത്തിൽ കയറിട്ട് തൂങ്ങണ യവനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ കോടതി ഇന്ന് പൊളിച്ചടുക്കിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ഷോഫി പറമ്പിൽ, ഷോഫിക്ക മുത്താണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഷോഫിക്ക മുത്താണ്, ഷോഫിക്ക പൊളിയാണ്, ഈജിനൊരു അവാർഡ് തരണം എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവൻ്റെ എല്ലാ ഉടായിപ്പും, ഇവൻ്റെ എല്ലാ തരികിടയും, ഇവൻ്റെ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളും ഷോഫിക്കയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് സഹയാത്രികയായിട്ടുള്ള ഷഹനാസ് വന്ന് പറഞ്ഞു, ഇവനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷഹനാസ് പറഞ്ഞു, ചെയ്യരുത്, ഇവൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. പുച്ഛത്തോടെയാണ് ഷോഫിക്ക ഇതിനെ നിരീക്ഷിച്ചത്, അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിച്ചത് എന്നാണ് ഷഹനാസ് പറയുന്നത്. പോരാത്തതിന് അവരെയും ട്യൂൺ ചെയ്യാൻ ഈ വേട്ടാവളിയൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊന്ന് ഡൽഹി വരെ പോവാം, നീ ആരുടെ പെണ്ണ് സുനിയ, ഒറ്റപ്പാലം വരെ പോയി രജിസ്റ്റർ ചെയ്താലേ എങ്കിലേ നിനക്കൊരു മൂഡ് വരൂ, എങ്കിലേ നിനക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറയുന്നത് പോലെ. പോരാത്തതിന് ഈ പെൺകുട്ടി, അതായത് ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി, ഈ പെൺകുട്ടി ഒരു തവണ പീഡിപ്പിക്കപ്പെട്ടു. അതിനുശേഷം ഇവൻ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഇത് കാണിച്ച ആ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, അവൾ എന്തിനാണ് പോയി കിടന്നു കൊടുത്തത് എന്നാണ് പല ആൾക്കാരുടെയും ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ, സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും പീഡിപ്പിച്ചു. സ്വന്തം ഭാര്യയായിരുന്നാൽ പോലും ഞാൻ അവളുമായിട്ട് 100 വട്ടം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 101ാമത്തെ വട്ടം ഏർപ്പെടുമ്പോഴും ആ പെൺകുട്ടിയുടെ സമ്മതം വേണം. ആ പെൺകുട്ടി നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ്. അതാണ് നമ്മുടെ നിയമം പറയുന്നത്, മനസ്സിലായില്ലേ? ആ സമയത്ത് ചാടി കയറാൻ നിന്നാലും നമ്മുടെ നിയമവ്യവസ്ഥ നിൻ്റെയൊക്കെ വരി ഉടച്ചു വിടും എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഷോഫിക്കയ്ക്ക് ഈ കാര്യമൊക്കെ അറിയായിരുന്നു. ഷോഫിക്കയ്ക്ക് ഇവൻ്റെ എല്ലാ തെണ്ടിത്തരവും തരവഴിത്തരവും അറിയായിരുന്നു. ഇവനെക്കാട്ടിലും വലിയ ഫ്രോഡാണ് ഷോഫിക്ക എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഷോഫിക്കയുടെ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അതേ ഭീകരമായിട്ടുള്ള സപ്പോർട്ടാണ് ഷോഫിക്കയ്ക്കുള്ളത്. ഷോഫിക്കയാണ് ഇനി ഏക ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ് ഷോഫിക്കയെ നോക്കി കുറേ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഷഹനാസിൻ്റെ കാര്യത്തിലോട്ട് വരാം. അതിന് മുമ്പേ ഇവൻ്റെ മോഡസ് ഓപ്പറാണ്ടി എങ്ങനെയാണെന്ന് നോക്കാം. ഇവൻ്റെതെന്ന് പറഞ്ഞാൽ ആദ്യം പെൺകുട്ടികളെ സോഷ്യൽ മീഡിയ വഴി മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി ഫോളോ ചെയ്താൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് എല്ലാം എടുത്ത് നോക്കി ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ മനസ്സിലാക്കി ഇവൻ ആ പെൺകുട്ടിക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കും. പെൺകുട്ടി നോക്കുമ്പോൾ എന്താണ്, അയ്യോ രാഹുൽ മാങ്കൂട്ടം എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതാണ് ഏതൊരു പെൺകുട്ടിക്കും തോന്നുക, ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ശേഷം ആ പെൺകുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത്. അതിനുശേഷം മെസ്സേജിലൂടെ ആ സൗഹൃദ ബന്ധം വളർത്തും. തുടർന്ന് ഫോൺ നമ്പർ സംഘടിപ്പിക്കും. വൈകാതെ കോളുകളിലൂടെ സൗഹൃദം സ്ഥാപിക്കും. അതിനുശേഷം അതിവേഗമായിട്ടുള്ള പ്രണയം. കാരണം ഇതിന് സമയമില്ല. ഇപ്പം നമ്മളെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇടുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇവന്മാരൊക്കെ ഓടയാണ്. എടാ നിൻ്റെയൊക്കെ മൂട്ടിൽ കുരുവാടാ. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. വോട്ട് പിടിക്കാനായിട്ട് ഓടാണ്. അടുക്കളയിൽ നിന്ന് നേരെ വിറകുപുരയിലോട്ട്, വിറകുപുരയിൽ നിന്ന് നേരെ പട്ടിക്കൂട്ടിലോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കണം അവന്മാർ. എനിക്ക് മനസ്സിലാവില്ല. നീയൊക്കെ എടാ റീലൊക്കെ കേരളത്തിലാണടാ ജീവിക്കണത്, മനസ്സിലാക്ക്. റീലിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ നടക്കണം. അങ്ങനെ കുറേ റീലോളികൾ. അങ്ങനെ അതിനുശേഷം പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ച് ഫോൺ നമ്പർ സംഘടിപ്പിച്ച് കോളുകളിലൂടെ സൗഹൃദം സ്ഥാപിച്ച് അതിവേഗ പ്രണയത്തിലേർപ്പെടും. പ്രണയത്തിലൂടെ അടുത്ത സെറ്റപ്പാണ് നമുക്കൊരു കുഞ്ഞു വേണം. ഇവിടെ സത്യമായിട്ട് ഞാൻ ഈ പഴയ ഉമ്മറിൻ്റെ സിനിമകളിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ. മോളെ ശോഭേ, ഞാനൊരു വികാര ജീവിയാണ്. അതേ സെറ്റപ്പ്. 1947 യൗമാർക്കൊന്നും വണ്ടി കിട്ടിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറയുക. ഇവിടെയാണ് മിക്ക ഇരകളും വീണു പോകുന്നത്. കാരണം നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഇയാൾക്ക് എന്നോട് സ്നേഹമാണ്, കുഞ്ഞ് വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്നെ വിവാഹം കഴിക്കാനായിരിക്കും എന്ന് പല ആൾക്കാരും വിചാരിച്ചു പോവും. നമ്മുടെ അരുൺകുമാർ ഉണ്ടല്ലോ, നമ്മുടെ റിപ്പോർട്ടറിലിരിക്കുന്ന അരുൺകുമാർ കഴിഞ്ഞ ദിവസം മീറ്റ് ദ എഡിറ്റേഴ്സ് പറയുന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഇവനൊരു അപകടകരമായിട്ടുള്ളൊരു ഫാൻറ്റസി ഉണ്ട്. ഈ അപകടകരമായിട്ടുള്ള ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭം ധരിപ്പിക്കുക, ശേഷം കൈയൊഴിയുക. ഇതൊരു
ഒരു ആനന്ദമാണ് അവന്. അതായത് ഒരു പെൺകുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭം ധരിക്കുക, അതിനുശേഷം ആ പെൺകുട്ടി ട്രോമയിലേക്ക് പോകുന്നതും ആ പെൺകുട്ടി തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്നുണ്ട് എന്നുള്ളതും ഇവൻ്റെ പൗരുഷത്തെ ത്രസിപ്പിക്കും. അങ്ങനെ ത്രസിപ്പിച്ച് അതിൽ ഇവനൊരു ആനന്ദം കണ്ടെത്തുമെന്നുള്ളതാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട ഹോബി. എനിക്ക് തോന്നുന്നു അങ്ങനെ അതിനകത്ത് പറഞ്ഞത്, അരുൺകുമാർ അതിനകത്ത് പറഞ്ഞത് ഈ ഫാൻറ്റസിയുടെ പേര് ബ്രീഡിങ് കിങ്ക് അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് അവൻ്റെ ഒരു അതിഭീകരമായിട്ടുള്ളൊരു ഫാൻറ്റസി എന്ന് പറയുന്നത്. അങ്ങനെ ഫാൻറ്റസിയുള്ള ഒരു അപകടകരമായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ്, ഒരു പെർവേർട്ടാണ് അവൻ എന്നാണ് കൃത്യമായിട്ട് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അങ്ങനെ അവിടെ ഇരകളെല്ലാം വീഴും. ഒരു കുഞ്ഞ് വേണമെന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സ്ത്രീകളും വീഴും. കാരണം കുഞ്ഞെന്നത് രണ്ട് വ്യക്തികളെ എല്ലാ അർത്ഥത്തിലും ഒന്നാക്കുന്ന ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ഒത്തുചേരലാണല്ലോ. ഇവൻ എന്നോട് പരിശുദ്ധ പ്രേമമാണെന്ന് പെൺകുട്ടികൾക്ക് തോന്നും. ഇനി അടുത്തതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. കുഞ്ഞ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ തിരക്ക് പിടിച്ച രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാശ്വാസം എനിക്ക് എൻ്റെ കുടുംബം മാത്രമാണ്, അങ്ങനെ ഒരു കുടുംബം നീ ആകണം എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കും. ഈ ലൈനിൽ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇമോഷണൽ അപ്രോച്ചിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കും, പിന്നെ ഒറ്റയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെടും. അവിടെ തുടങ്ങുന്നു ചതിയുടെ മറ്റൊരു തലം. അതിനുശേഷം അനുനയിപ്പിച്ചോ ബലം പ്രയോഗിച്ചോ ലൈംഗിക ബന്ധം, പിന്നീട് സമ്മതിച്ചില്ലെങ്കിൽ ആദ്യ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും പീഡിപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. പരാതികൾ പ്രകാരം ലൈംഗിക താല്പര്യം പൂർത്തിയായാൽ പിന്നെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിക്കും. ആ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക എടുത്ത് മുന്നിലേക്ക് വയ്ക്കും. താൻ ഇപ്പോൾ വിവാഹിതനായാൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമെന്ന ആകുലത ഇരയുടെ മേൽ കെട്ടിവയ്ക്കുകയാണ് ഈ മുതുവാണത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഇതാണ് ആദ്യ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി തൻ്റെ അനുഭവമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന പല ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് ആദ്യ പരാതി മാത്രമല്ല, KPCCക്ക് പരാതി കൊടുത്ത പല പെൺകുട്ടികളും ഇത് തന്നെയാണ് പറയുന്നത്. ഇവൻ ഇതേ മോഡസ് ഓപ്പറാണ്ടി തന്നെയാണ് എല്ലായിടത്തും വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇനി ഷഹനാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷഹനാസുമായിട്ട് അടുക്കാനായിട്ട് അവൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ ആ പെണ്ണും പിള്ളേ അവനെ വെട്ടി വീഴ്ത്തി എന്നുള്ളതാണ്. ശേഷം ഷാഫി പറമ്പിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു. ഷാഫി പറമ്പിൻ്റെ അടുത്ത് പോയി പരാതി പറയുമ്പോൾ ഷാഫി പറമ്പിലിന് പുച്ഛ. സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള നമ്മുടെ രാജമാണിക്യത്തിൽ ഒരു വില്ലലുണ്ടല്ലോ, നാടാരി. ആ നാടാരി കളിക്കുന്ന യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലാണ്. യവൻ എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ യവൻ മിണ്ടത്തില്ല, മാധ്യമങ്ങൾ മുമ്പിൽ പ്രതികരിക്കത്തില്ല. ഒരു ക്ലോസപ്പ് പുഞ്ചിരി ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നെന്മമരം കളിക്കലാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ നമ്മുടെ KPCC രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇറങ്ങിക്കോ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ, അതായത് ഈ SITയെക്കാട്ടിലും വലിയ അന്വേഷണ സംഘമാണ് റിപ്പോർട്ടർ ചാനലിൽ നിരത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ റിപ്പോർട്ടർ ചാനലിൽ ചുരുക്കുണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം യൂത്ത് കോൺഗ്രസ്സുമാരെ എടുത്തിട്ട് പെരുമാറിയതാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർമാരെ കുറേ നാൾ മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ SIT ആണോ അത് ഇനി റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർമാരാണോ അന്വേഷിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. അമ്മാതിരിയാണ് 10ഉം 12ഉം ബോക്സിലാണ് ഓരോ റിപ്പോർട്ടർമാരിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ചെന്നിരുന്ന സ്ഥലം, നിന്ന സ്ഥലം, കിടന്ന സ്ഥലം, മുള്ളിയ സ്ഥലം, അപ്പിയിട്ട സ്ഥലം, എല്ലായിടത്തും നമ്മൾ റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടർമാർ പൊക്കോണ്ടിരിക്കുന്നു. അവസാനം ഞാൻ അതിനകത്ത് കണ്ട വാർത്ത എന്ന് പറയുന്നത്, സുജയ, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കൂടുതൽ വനപ്രദേശങ്ങളുടെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സുള്ളിയിലുള്ള ഏതോ ഒരു വനപ്രദേശത്ത് കുടിൽ കെട്ടി താമസിക്കാനുള്ളൊരു പദ്ധതിയാണ് രാഹുൽ ആസൂത്രണം ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി നീങ്ങാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്, എന്നാണ് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മറുനാടൻ ഷാജൻ സാർ, എൻ്റെ ചേട്ടാ, എൻ്റെ പൊന്നു ചേട്ടാ, ഷാജൻ സാറിൻ്റെ അവസാനത്തെ അടവുമായിട്ട് ഷാജൻ സാർ എത്തിയിട്ടുണ്ട്. രാഹുൽ കടുങ്കൈ ചെയ്യും എന്നാണ് പറഞ്ഞത്, കടുങ്കാപ്പി. അങ്ങനെ രാഹുൽ കടുങ്കൈ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മറുനാടൻ സാറ് വന്നിരിക്കുന്നത്. മറുനാടൻ സാറ് പറയുന്നത്, എൻ്റെ കുട്ടി കടുങ്കൈ ചെയ്യാതിരിക്കാൻ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോണം എന്നാണ് മറുനാടൻ ഷാജൻ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും അവിടെ ശോകമൂകമാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ഇതുപോലൊരു അലവലാതിയെ പേറിയ കോൺഗ്രസ്, ഇത്രയും നാളും പേറിയ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ പേറിയാൽ പേറിയവന് നാറും എന്നുള്ളത്. പിന്നെ മൊത്തം നാറ് നീക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആ നാറ്റ കേസിലോട്ടാണല്ലോ ഇവന് വരുന്നത്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോടതി പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇനി നേരെ ഹൈക്കോടതിയിലോട്ട് പോകും. ഹൈക്കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ തന്നെ ഇനി ഒരുപാട് സമയം എടുക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ സണ്ണി ജോസഫ് രംഗത്തെത്തിയിട്ട്, KPCC പ്രസിഡന്റ് ആണല്ലോ, സണ്ണി ജോസഫ് രംഗത്തെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കേണ്ടത് എന്നുള്ളതാണ്. കട്ടളപ്പടിയുടെ വിഷയം അവിടെ ഉണ്ട്, എനിക്കതറിയാം. കട്ടളപ്പടിയുടെ വിഷയം അവിടെ ഉണ്ട്, അത് അവിടെ കിടപ്പുണ്ട്, അതും തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിന് ഒരു തരത്തിലും ബാധിക്കില്ലെന്നോ. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അമ്മ പെങ്ങന്മാർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു നേതാവ്, ഒരു പാർട്ടിയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മുടെ അമ്മ പെങ്ങന്മാരെ പീഡിപ്പിക്കുന്നവനെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലോ നമുക്ക് വേണ്ട. ആ അർത്ഥത്തിൽ കോൺഗ്രസ് ഒരു പ്രപഞ്ച പരാജയമാണെന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഞാൻ പല സ്റ്റോറികളിലും പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. നീയൊക്കെ മുടി
മുടിഞ്ഞ് കുത്തുവാള എടുക്കും, തെണ്ടിത്തിരിയും എന്ന് മാത്രമേ എനിക്ക് ഇപ്പോഴും പറയാനായിട്ടുള്ളൂ. പിന്നെ ഈ കേസിൽ പല പല ഓൺലൈൻ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ എൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവനെതിരായിരുന്നു, ഇരയ്ക്ക് അനുകൂലമായിരുന്നു, വേട്ടക്കാരനോടൊപ്പമല്ലായിരുന്നു. കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി നിയമവ്യവസ്ഥയെ സമ്പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്ത് അതിൽ വിശ്വാസം അർപ്പിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയതെന്നുള്ളതാണ് വേറൊരു കാര്യം. കോടതി പറഞ്ഞതാണ്, അതിൽ യാതൊരു വിധ ഇതുമില്ല. കോടതി പറഞ്ഞാൽ അതിൽ ഊന്നിയാണ് നമ്മൾ മുന്നിലേക്ക് പോയത്. ആ പെൺകുട്ടിയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന സമയത്തും ഇരയുടെ പേര് വെളിപ്പെടുത്തണമെന്നുള്ള മുറവിളികൾ നമ്മുടെ നാട്ടിലുള്ള ഇരപിടിയന്മാർ ഉണ്ടാക്കിയ ആ സമയത്തും എന്തുകൊണ്ടാണ് ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തത്? ഇപ്പോൾ എനിക്കെതിരെ ഒരു കേസ് വന്നാൽ പോലും, പീഡന കേസ് വന്നാൽ പോലും, ആ പെൺകുട്ടി വ്യാജ കേസാണ് കൊടുക്കുന്നതെങ്കിൽ ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് ഞാൻ കൃത്യമായിട്ടുള്ള വിശദീകരണം അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. അതിൽ വളരെ സന്തോഷം എനിക്കുണ്ട് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അപ്പോൾ ശരി.